ഒരു ഉപകരണത്തിൽ വീട്ടിലിരിക്കുന്ന ഒരു ഗൃഹോപകരണത്തിൽ കുഞ്ഞൊന്ന് ഇടിച്ചു. കുഞ്ഞിന് നൊന്തു, കുഞ്ഞ് കരഞ്ഞു. ഇപ്പൊ എന്താ പരിഹാരം ചെയ്യുന്നത്? അവനെ വിളിച്ച് ഈ ഉപകരണത്തിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് എന്തിനാണ് എന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചത്? അതിനെ അടിക്കും. ഡെസ്ക് എങ്കിൽ ഡെസ്ക്, ബെഞ്ചെങ്കിൽ ബെഞ്ച്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു. കുഞ്ഞിന്റെ മനസ്സിലോട്ട് കൊടുക്കുന്ന അറിവ് എന്താണ്? യാതൊരു തെറ്റും ചെയ്യാത്ത ഒരാളിനെ എന്റെ ദുഃഖ കാരണത്തിന് ശിക്ഷിക്കുക. ഇപ്പൊ പലയിടത്തും നടക്കുന്ന അങ്ങനെയാണ്. വഴിയിൽ കൂടി അനേകം വണ്ടികൾ ഇങ്ങനെ പോകും. ചില ആളുകൾ കഷ്ടിച്ച് ഇങ്ങനെ 8, 9 ഒക്കെ എടുത്ത് ലൈസൻസും ഒക്കെ കൈ ആക്കിക്കൊണ്ട് അങ്ങ് യാത്ര തുടങ്ങും. തെക്കോട്ട് പോകുന്നോ വടക്കോട്ട് പോകുന്നോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അങ്ങ് പോവുക. പലതും ചിലതൊക്കെ പോകുന്ന കണ്ട ഇവിടെ തന്നെ ചില ആളുകൾ വന്ന് പൂജയ്ക്ക് വരും. ഒരാളിനെ കൊണ്ടായിരിക്കും വരുന്നത്. പൂജ കഴിയുമ്പോൾ എന്റെ വണ്ടിയല്ലേ എനിക്കൊന്ന് എടുക്കണം. ഇതിനകത്തോട്ട് ഇങ്ങനെ വളച്ച് വറക്കി വേണമല്ലോ പ്രദർശനം ചെയ്യാൻ. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞങ്ങ് നിൽക്കും. എനിക്കിത് കാണും. ഈ മഹാഭാവം എന്തോ ഒരു കഷ്ടമാണ്. കാരണം അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ അറിയാവുന്ന ഒരു ധാരണയാണ്. ഈ ധാരണയാണ് അബദ്ധം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഓരോരുത്തർ വണ്ടി എടുത്തോണ്ട് അങ്ങ് ഇറങ്ങി ഓരോരുത്തരുടെ വില കൂടിയ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് ചാരി അവന്റെ പെയിന്റുമൊക്കെ കളഞ്ഞ് അവനത് ഇറങ്ങി കാണുമ്പോൾ അങ്ങ് മനോവിഷമമാണ്, അങ്ങ് ദുഃഖം വരും. കാരണം അവന് അതുപോലെ വിലയുള്ള വണ്ടിയായിരിക്കും. ഇപ്പൊ ഇറങ്ങി നിന്ന് ഈ ആളിനെ അങ്ങ് ചീത്ത വിളിക്കും. നമ്മുടെ ആളുകൾ ചെയ്യുന്ന കാര്യമല്ല, വെളിയിൽ നടക്കുന്ന കാര്യം ഞാൻ പറയുക. ഇങ്ങനെ നമ്മുടെ കുറ്റം മറ്റൊരാളുടെ പുറത്ത് ചാർത്തി അവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന പരിപാടി. ഈ വലിയ വണ്ടിക്കാരൻ മാന്യനായിരിക്കും, വലിയ വലിയ കാര്യങ്ങൾ സാധിക്കാനുള്ള തിടുക്കത്തിലായിരിക്കും. എങ്ങനെയെങ്കിലും ഈ ശല്യം ഒന്ന് ഒഴിവാകണമല്ലോ എന്ന് വിചാരിച്ച് അയാൾ അവസാനം 12,000 രൂപ എടുത്ത് കൊണ്ടു എന്ന് പറഞ്ഞ് കൊടുക്കും. അങ്ങനെ സ്ഥിരമായി ആ പരിപാടി നടത്തുന്ന ചില ആളുകളും. ഈ ബുദ്ധിയും ഈ ബോധവും ഒക്കെ എവിടുന്ന് വന്നതാ? ചെറുപ്പത്തിൽ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്തതാണ്. ഒരു കുറ്റവും ചെയ്യാതെ ഒരിടത്തിരുന്ന ഡെസ്ക് ഇവൻ ഓടിച്ചെന്ന് അതിൽ കുട്ടി. അപ്പൊ അവനെ വിളിച്ച് കൊണ്ട് നിർത്തിട്ട് ഡെസ്കിനെ അടിക്കുക. ഈ ഡെസ്ക് എന്തോ അപരാധം ചെയ്തിട്ടാ? അവന്റെ മനസ്സിലേക്ക് കൊടുക്കുന്ന ആ ബുദ്ധി അതാണ് റോഡിൽ ഇറങ്ങുമ്പോഴും ഇതിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിത വഴികളിൽ കാണിക്കുന്നത്. ഇങ്ങനെ അല്പാൽപമായി ഓരോരുത്തരിലേക്കും ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ തിന്മകൾ മുഴുവൻ കഴുകിക്കളയണം. ഈ സമ്പൂർണ്ണജ്ഞാനത്തെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ശ്രദ്ധയോടെ അതിസൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ ഇതിനെ കഴുകിക്കളയാൻ പറ്റുകയുള്ളൂ. കളകളങ്കമെല്ലാം ഈശ്വരനെയും താൻ അനുവദിച്ചിരിക്കുന്ന നിത്യാനന്ദത്തെയും ആത്മാവിലായി സ്വീകരിക്കപ്പെടണമെങ്കിൽ നന്മയിൽ നിന്ന് തുടങ്ങണം.